ആദ്യമേ തന്നെ ദൈവാനുഗ്രഹമാണ് ഏറ്റവും വലിയ പാർട്ട്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട്. പിന്നെ എനിക്ക് നല്ല ഗുരുക്കന്മാരെ കിട്ടി. 3 ഗുരുക്കന്മാരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഹാർഡ് വർക്ക്, അത് ഈ 7 വർഷവും 6 മണിക്കൂർ വെച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഹാർഡ് വർക്കും പിന്നെ എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ട്, അത് ഒട്ടും പറയാൻ പറ്റില്ല, അത്ര സപ്പോർട്ടാണ്. എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ടും പിന്നെ നമ്മുടെ ഗുരുക്കന്മാരുടെ സപ്പോർട്ടും ദൈവാനുഗ്രഹം പ്രത്യേകിച്ചും. ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പൊ 10th. 10th നമ്മൾക്കറിയാം ഈ മ്യൂസിക്കിന്റെ കൂടെ തന്നെ സ്കൂളിൽ സ്റ്റഡീസും കൊണ്ടുപോകണല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? ഇപ്പൊ 10th ഞാനിപ്പോൾ ഹോം സ്കൂളിംഗ് ആണ്. ഒരു ടൈം ടേബിൾ വെച്ചിട്ടുണ്ട്, 5 മണി തൊട്ട് രാത്രി 10 മണി വരെ. സ്കൂളിലത്തെ 6 മണിക്കൂർ, വയലിൻ പ്രാക്ടീസ് 6 മണിക്കൂർ, പിന്നെ ഉറക്കം 7 മണിക്കൂർ. അങ്ങനെ ഇതായിട്ട് പോകുന്നു. ഇനി എന്താണ് തുടർന്നുള്ള ഒരു ഭാവി എന്ന് പറയുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? എനിക്ക് ഒരു സോളോ വയലിനിസ്റ്റ് ആകണമെന്നും പിന്നെ നല്ലൊരു മ്യൂസീഷ്യൻ ആകണം എന്നാണ് ആഗ്രഹം. അന്നേരം അത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്യും. ഇപ്പോൾ മാർട്ടീന ഇത്രയും വലിയ നേട്ടങ്ങളൊക്കെ നേടുമ്പോഴും അതിന് പിന്നിൽ എന്തായാലും ഒരു കഷ്ടപ്പാടുണ്ട്, ത്യാഗങ്ങളുണ്ട്, ഒരുപാട് സപ്പോർട്ടൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തികളായിരിക്കും മാർട്ടീന മോളുടെ പാരൻസ്. എങ്ങനെയാണ് അവരെക്കുറിച്ച് എന്താണ് തോന്നുന്നത് ഈ ഒരു നിമിഷം? ഞാൻ ജനിച്ചത് പേരാവൂരാണ്, കണ്ണൂർ ജില്ലയിലെ പേരാവൂർ. അവിടെ പേരാവൂരിൽ നിന്ന് 50 കിലോമീറ്റർ ഉണ്ട് കണ്ണൂരെത്താൻ. അവിടെയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്, കണ്ണൂരായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, സാറ്റർഡേയ്സ് ബാച്ചാണോ? അങ്ങനെ സാറ്റർഡേയ്സ് ആയിരിക്കും, ചിലപ്പം സൺഡേയ്സ് ആവാനും വഴിയുണ്ട്. അങ്ങനെ അപ്പം എന്നെ കൊണ്ടുപോകുമായിരുന്നു. അത്രയും കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് കണ്ണൂർ പോയിട്ട് എന്നെ പഠിപ്പിക്കുമായിരുന്നു. പിന്നെ ഇപ്പം തൃശ്ശൂർ പഠിക്കാൻ വേണ്ടി വന്നപ്പോഴും അപ്പയമ്മയും എനിക്ക് വേണ്ടിയിട്ട് വീട് വെച്ചിട്ട് വന്ന് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നു. ഇപ്പം എറണാകുളത്ത് വരുമ്പോഴും അപ്പം എല്ലാം ഉപേക്ഷിച്ചാണ് വന്നത് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട്. പിന്നെ എനിക്ക് അത്യാവശ്യം പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തെന്നാലും നല്ല വയലിന് ആവശ്യമാണല്ലോ, നല്ല അക്കോസ്റ്റിക് വയലിൻ എനിക്ക് നല്ല ആവശ്യമുണ്ടായിരുന്നു. അന്നേരമാണ് എൻ്റെ ആദ്യ കുർബാന ടൈമിൽ എനിക്ക് ഗിഫ്റ്റായിട്ട് മാനന്തവാടി രൂപതയിലെ പോൾ ഇടയക്കൊണ്ടാട്ടച്ഛൻ എനിക്ക് ഒരു അക്കോസ്റ്റിക് വയലിൻ, ജർമ്മൻ വയലിൻ ഗിഫ്റ്റായിട്ട് തന്നു. പിന്നെ നമ്മൾ സ്റ്റേജ് ഷോസിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇലക്ട്രിക് വയലിൻ ആവശ്യമാണല്ലോ. അന്നേരം അമ്മയുടെ ഒരു കസിൻ സംഗീതങ്ങൾ എനിക്കൊരു ഇലക്ട്രിക് വയലിൻ വാങ്ങിച്ചു തന്നു. അന്നേരം ഇതൊക്കെ നമുക്ക് ദൈവം ആവശ്യമായ സമയത്ത് എല്ലാം നമുക്ക് ഓരോ ആൾക്കാരെ വെച്ച് ചെയ്തു തരാണ്. അതിന് ഒത്തിരി നന്ദി പറയുന്നുണ്ട്. ഈ ഒരു വേദികളിലൊക്കെ നിന്നിട്ട് ഒത്തിരി രസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അപ്പം അങ്ങനെ ഇപ്പോഴും ഓർത്ത് നിൽക്കുന്ന ഒരു അനുഭവം ഏതായിരിക്കും? ഞാൻ തൃശ്ശൂർ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു, അത് ജയസ്വര നിലാവെന്ന് പറയും. ആ പെർഫോമൻസിന് ഞാനൊരു വെസ്റ്റേൺ ക്ലാസിക്കൽ പീസും കുറച്ച് ഫിലിം സോങ്സും ആയിരുന്നു വായിച്ചിരുന്നത്. വെസ്റ്റേൺ ക്ലാസിക്കൽ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഹെയർ ബാൻഡ് ഒരു താഴോട്ട് വന്നു. എന്നിട്ട് കണ്ണ് മൂടി. സാധാരണ ആൾക്കാർക്ക് എപ്പോഴും ഈ കണ്ണ് മൂടിയിട്ട് വായിക്കുക, മ്യൂസീഷ്യൻസ് അങ്ങനെ വായിക്കുക, അത് വലിയ സംഭവമായിട്ട് തോന്നാറുണ്ട്. പക്ഷെ ശരിക്കും മ്യൂസീഷ്യൻസിനെ സംബന്ധിച്ച് അത് ഒരു വലിയ കാര്യമൊന്നുമല്ല. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നോട്ടേഷൻ നോക്കിയിട്ടാണല്ലോ വായിക്കുക. എല്ലാ സമയത്തും നമ്മൾ ഇൻസ്ട്രുമെൻസിൽ നോക്കാറില്ല. അന്നേരം അങ്ങനെ വായിക്കുന്നത് നമുക്ക് ശരിക്കും എളുപ്പമാണ്. എന്തെന്നാലും അങ്ങനെ വീണപ്പോൾ തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു, എൻകറേജ് ചെയ്തു. അന്നേരം എനിക്ക് വായിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു അവിടെ. അതായിരുന്നു എനിക്ക് ഏറ്റവും ഓർമ്മപ്പെടുത്തുന്ന നല്ല ഒരു മെമ്മറി.
ലണ്ടൻ ട്രിനിറ്റി കോളേജിൽ നിന്നും ഒരു ഫെലോഷിപ്പ് ലഭിക്കാന്ന് പറയുമ്പം എല്ലാവരും വിചാരിക്കണ്ടാവും ഇതെന്താ ഇത്ര വലിയ സംഭവമാണെന്ന് നോക്കി. പക്ഷേ ചിലർ വിചാരിക്കും ഓക്കെ കൊച്ചു കുട്ടിക്ക് നേടാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ? ട്രിനിറ്റി കോളേജ് ലണ്ടനിൽ ആ കോഴ്സിൽ 8 ഗ്രേഡുകളും 3 ഡിപ്ലോമയാണുള്ളത്. 8 ഗ്രേഡുകളും കഴിഞ്ഞേച്ച് ഫസ്റ്റത്തെ ഡിപ്ലോമയാണ് ATCL, അസോസിയേറ്റ് ഓഫ് ട്രിനിറ്റി കോളേജ് ലണ്ടൻ. രണ്ടാമത്തെ ഡിപ്ലോമ ലൈസൻഷ്യേറ്റ് ഓഫ് ട്രിനിറ്റി കോളേജ് ലണ്ടൻ LTCL. മൂന്നാമത്തെ ഡിപ്ലോമ FTCL, ഫെലോഷിപ്പ് ഓഫ് ട്രിനിറ്റി കോളേജ് ലണ്ടൻ. ഇത്തരം കോഴ്സാണ് ഉള്ളത്. ഡിപ്ലോമ ഏകദേശം 50 മിനിറ്റാണ് ഞങ്ങൾ പെർഫോം ചെയ്യേണ്ടത്. പിന്നെ ഈ ഡിപ്ലോമ എടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഹാർഡ് വർക്ക് കൊണ്ട് എല്ലാവർക്കും നേടാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ എക്സാംസ് ഒക്കെ എങ്ങനെയായിരിക്കും? എക്സാമിനർ ഇങ്ങോട്ട് നമുക്കിവിടെ ഒരു സെൻറ്റർ കൊടുത്തിട്ടുണ്ടല്ലോ, സെൻറ്ററിലോട്ട് വരും, എന്നിട്ട് എക്സാം എടുക്കാറാണ് പതിവ്. പിന്നെ ഫെലോഷിപ്പിൻ്റെ എക്സാമിനർ അവിടുന്ന് റെക്കോർഡ് ചെയ്തിട്ട് കോളേജിൽ പോയിട്ട് പിന്നെ ഒരു പാനലുണ്ട്, പാനലിൽ എല്ലാവരും കൂടെ ഇരുന്ന് കേട്ട് തീരുമാനിച്ചിട്ടേ നമുക്ക് കിട്ടുള്ളൂ. ഇതിൻ്റെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എനിക്ക് കിട്ടിയത് എന്നാന്ന് വെച്ചാൽ എല്ലാ ഗ്രേഡ്സും ഡിപ്ലോമസും എനിക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്കോടെ പാസ്സാകാൻ പറ്റി. അത് എൻ്റെ അപ്പയുടെ അമ്മയുടെയും പ്രാർത്ഥനയും പിന്നെ ഗുരുക്കന്മാരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കിത് നേടാൻ സാധിച്ചത്. അതിന് ഒത്തിരി നന്ദിയുണ്ട്. സൗത്ത് ഏഷ്യൻ സിംഫണി ഓർക്കസ്ട്രയിൽ അംഗത്വമുള്ള ഒരു കുട്ടിയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ 2 പേർക്ക് അതിൽ അംഗത്വം കിട്ടിയിട്ടുള്ളൂ. അതും ഈ ചെറുപ്രായത്തിൽ അംഗത്വം കിട്ടി. അപ്പോൾ അവിടുത്തെ ഓർമ്മകൾ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അതിലേക്ക് കടന്നു ചെന്നത്? ഞാൻ സൗത്ത് ഏഷ്യൻ സിംഫണി ഓർക്കസ്ട്രയിൽ കയറിയത് തന്നെ എൻ്റെ മാഷ് കരോൾ ജോസ് സാറ് ഇന്ത്യയിലെ തന്നെ പ്രശസ്ത വയലിനിസ്റ്റാണ്. ആൾ പറഞ്ഞിട്ടാണ് കയറിയത്. സിംഫണി ഓർക്കസ്ട്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓർക്കസ്ട്രയ്ക്ക് ഒരു കണ്ടക്ടർ ഉണ്ടാവും. പിന്നെ 70 ആർട്ടിസ്റ്റുകളായിരുന്നു ഈ സൗത്ത് ഏഷ്യൻ സിംഫണിയിൽ ഉണ്ടായിരുന്നത്. അന്നേരം എല്ലാവരും കൂടെ വരുമ്പം നല്ലൊരു ഫീലാണ്. പിന്നെ പല ഇൻസ്ട്രുമെൻസും പിന്നെ ഒരുമിച്ച് വായിക്കുന്നതും എല്ലാവരോടും വർത്തമാനം പറയുന്നതും എല്ലാവരും പല രാജ്യത്തു നിന്നാണല്ലോ. ഏകദേശം എത്ര രാജ്യങ്ങളിൽ നിന്നുണ്ടാവും? ഏകദേശം 8 രാജ്യം. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് അംഗീകാരങ്ങളും അവാർഡുകളും ഒക്കെ മാർട്ടിന മോളെ തേടി വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ എടുത്തു പറയാവുന്ന ഒരു അവാർഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സമ്മാനം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ നടന്ന പല കോമ്പറ്റീഷനുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതൊന്ന് പറയാമോ? ബോംബെയിൽ വെച്ചിട്ട് ഓൾ ഇന്ത്യ കോൺപ്രയർ വയലിൻ കോമ്പറ്റീഷൻ നടന്നിരുന്നു. അത് 2022 ജൂനിയർ വയലിൻ കോമ്പറ്റീഷൻ ആയിരുന്നു. അതിൽ ഫസ്റ്റ് കിട്ടി.
പിന്നെ 2023 സീനിയർ ഉണ്ടായിരുന്നു, സീനിയർ വയലിൻ കോമ്പറ്റീഷൻ, ഓൾ ഇന്ത്യ കോൺബ്രിയോ സീനിയർ വയലിൻ കോമ്പറ്റീഷൻ. അതിലും ഫസ്റ്റ് കിട്ടാൻ എനിക്ക് സാധിച്ചു. അത് നല്ല ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് സാധിച്ചത്. പിന്നെ ഈ FTCയിൽ കഴിഞ്ഞ ഫെലോഷിപ്പ് കിട്ടിക്കഴിഞ്ഞപ്പം ട്രിനിറ്റി കോളേജ് ലണ്ടൻ്റെ ഇന്ത്യൻ ബ്രാഞ്ച് എന്നെ വിളിച്ചിട്ട് അവർ ഡൽഹിയിൽ വെച്ച് ആദരിച്ചു, ഒരു പെർഫോമൻസും ചെയ്തു. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് സാധിച്ചു. ഈ കൊച്ചു പ്രായത്തിൽ തന്നെ മാർട്ടീനയ്ക്ക് ഒത്തിരി ഉയരങ്ങൾ കീഴടക്കാൻ അവളുടെ ഒരു നെടുന്തൂൺ എന്ന പോലെ നിന്ന രണ്ട് വ്യക്തികളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറിജിൻ ഓഫ് മാർട്ടീന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ അപ്പനും അമ്മയിൽ നിന്നാണ്. നമ്മളിപ്പോൾ അവരോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. ഇപ്പം മാർട്ടീന വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ അവൾ കീഴടക്കിയത് ഒത്തിരി നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധം ഉയരങ്ങളിലാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അവൾക്ക് ഈ ഒരു സക്സസ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ മാർട്ടീന എന്താണ്, എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ അറിയാനായിട്ട് ആൾക്കാർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും. എൻ്റെ പേര് ചാൾസ് ദേവസ്യ, ഇത് വൈഫ് ഷൈനി. ഞങ്ങൾ ശരിക്കും കണ്ണൂർ പേരാവൂരാണ്, പേരാവൂർ ദേശക്കാരാണ്. പിന്നെ മോളുടെ പഠനത്തിനായിട്ടാണ് ഇപ്പം എറണാകുളത്ത് പത്തടിപ്പാലത്ത് ഉള്ളത്. പഠനം എന്ന് വെച്ചാൽ മോൾക്ക് ചെറുപ്പത്തിലെ വയലിൻ വലിയ ഇഷ്ടമായിരുന്നു. ജനിച്ചൊരു 6 മാസം ആയപ്പോൾ തന്നെ ഞാൻ കീബോർഡിൽ സീക്വൻസ് ചെയ്യുമ്പോൾ ഈ വയലിൻ്റെ ടോണൊക്കെ കേൾക്കുമ്പോഴേ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അപ്പം വിചാരിച്ചു ഇഷ്ടപ്പെടുമായിരിക്കും, മ്യൂസിക് ഇഷ്ടമാണല്ലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ 7 വയസ്സായപ്പോഴത്തേനും പറഞ്ഞു എനിക്ക് വയലിൻ പഠിക്കണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞു. പറഞ്ഞപ്പോൾ പിന്നെ കണ്ണൂരുള്ള ഫിലിപ്പ് ഫെർണാണ്ടസ് മാസ്റ്ററുടെ അടുത്താണ് പഠിച്ചത്. ആദ്യം 8th ഗ്രേഡ് വരെ അവിടെ ചെയ്തു. പിന്നെ കൂടുതൽ പഠനത്തിനായിട്ട് അന്നേരം ചേതന മ്യൂസിക് അക്കാദമി ഡയറക്ടർ തൃശ്ശൂരുള്ള ഫാദർ തോമസ് ചക്കാരമറ്റത്ത് CMI അച്ഛൻ വിളിച്ച് തൃശ്ശൂരേക്ക് ഞങ്ങൾ വന്നു പഠനത്തിനായിട്ട്. പഠിപ്പിക്കുന്നത് കരോൾ ജോർജ് എന്ന് പറഞ്ഞ എറണാകുളത്ത് തന്നെ, ഇവിടെ തന്നെയുള്ള കരോൾ ജോർജ് മാഷാണ്. അങ്ങനെ കൂടുതൽ പഠനത്തിനായിട്ട് ഇവിടെ എറണാകുളത്തെത്തി.
ഈ ദൈവാനുഗ്രഹം എന്ന് പറയുന്ന മാർട്ടിന മോളുടെ മനസ്സാണ് നമ്മളൊക്കെ മാതൃകയാക്കേണ്ടത്. വയലിൻ തന്ത്രികളിൽ വിസ്മയം തീർക്കുന്ന ഈ കൊച്ചു കലാകാരി മാർട്ടിന ചാൾസ് തൻ്റെ പ്രയത്നം കൊണ്ടും മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹവും വലിയൊരു ദൈവാനുഗ്രഹം കൊണ്ട് തന്നെയാണ് അവൾ ഉയരങ്ങൾ പതുക്കെ പതുക്കെ കീഴടക്കുന്നത്. ഈ സംഗീത ദിനത്തിൽ സംഗീതം ഇഷ്ടപ്പെടുന്നവർക്കും ആസ്വദിക്കുന്നവർക്കും ഞങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഒരു വലിയ സമ്മാനം തന്നെയാണ് മാർട്ടിന. മാർട്ടിനയെ പോലെ സമയവും കഴിവും എല്ലാം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.